നമസ്കാരം. പ്ലസ് 1 ഫിസിക്സിലെ അടുത്ത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 7ാമത്തെ ചാപ്റ്ററിൽ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്സ് ഇക്വിലിബ്രിയം ഓഫ് എ റിജിഡ് ബോഡി, പ്രിൻസിപ്പിൾ ഓഫ് മൊമെൻറ്റ്സ്, സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി. സിമ്പിളായിട്ടുള്ള 3 ടോപ്പിക്കുകളാണ്. എന്താണ് ഇക്വിലിബ്രിയം എന്ന് നോക്കാം. A rigid body is said to be in mechanical equilibrium if both its linear momentum and angular momentum are not changing with time, or equivalently the body has neither linear acceleration nor angular acceleration. എപ്പോഴാണ് ഒരു ബോഡി ഇക്വിലിബ്രിയത്തിലാണെന്ന് പറയാം? റിജിഡ് ബോഡിയുടെ കേസാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ലീനിയർ മൊമെൻറ്റം അതുപോലെ തന്നെ ആംഗുലർ മൊമെൻറ്റം ഇത് രണ്ടും ടൈമിനനുസരിച്ച് ചേഞ്ച് ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ ലീനിയർ മൊമെൻറ്റം ആൻഡ് ആംഗുലർ മൊമെൻറ്റം റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. അങ്ങനെയുള്ളൊരു കണ്ടീഷനിൽ വി ക്യാൻ സേ ദാറ്റ് ദ ബോഡി ഈസ് ഇൻ ഇക്വിലിബ്രിയം. ഓക്കെ, അപ്പോൾ ഇക്വിലിബ്രിയത്തിലുള്ള ഒരു ബോഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? അതിൻ്റെ ലീനിയർ മൊമെൻറ്റം ചേഞ്ച് ചെയ്യുന്നില്ല, അതുപോലെ തന്നെ ആംഗുലർ മൊമെൻറ്റവും ചേഞ്ച് ചെയ്യുന്നില്ല. ലീനിയർ മൊമെൻറ്റം ആൻഡ് ആംഗുലർ മൊമെൻറ്റം റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. അല്ലെങ്കിൽ വേറെ രീതിയിൽ പറഞ്ഞാൽ ദ ബോഡി ഷുഡ് ബി ഇൻ ട്രാൻസ്ലേഷണൽ ഇക്വിലിബ്രിയം ആൻഡ് ഇൻ റൊട്ടേഷണൽ ഇക്വിലിബ്രിയം. 2 രീതിയിലുള്ള ഇക്വിലിബ്രിയം നമുക്ക് കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ലീനിയർ മൊമെൻറ്റം കോൺസ്റ്റൻ്റ് ആണെങ്കിൽ, ഇഫ് ദ ലീനിയർ മൊമെൻറ്റം ഡസ് നോട്ട് ചേഞ്ച് വിത്ത് റെസ്പെക്ട് ടു ടൈം, അപ്പോൾ ട്രാൻസ്ലേഷണൽ ഇക്വിലിബ്രിയത്തിലാണെന്ന് പറയാം. ലീനിയർ മൊമെൻറ്റം ചേഞ്ച് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മാസിൻ്റെ വെലോസിറ്റിയാണ് ലീനിയർ മൊമെൻറ്റം. അപ്പോൾ മാസ് എന്തായാലും ചേഞ്ച് ചെയ്യില്ല, പിന്നെ വെലോസിറ്റി. അപ്പോൾ ലീനിയർ മൊമെൻറ്റം ചേഞ്ച് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെലോസിറ്റി ചേഞ്ച് ചെയ്യുന്നില്ല. ദാറ്റ് മീൻസ് വെലോസിറ്റി ഈസ് കോൺസ്റ്റൻറ്റ്. അപ്പോൾ വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ദെൻ ബോഡി ഈസ് ഇൻ ട്രാൻസ്ലേഷണൽ ഇക്വിലിബ്രിയം. ഓക്കെ, അതുപോലെ തന്നെ ഇഫ് ആംഗുലർ മൊമെൻറ്റം ഡസ് നോട്ട് ചേഞ്ച് or if angular velocity remains constant, then it is said to be in rotational equilibrium. അപ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, ഇക്വിലിബ്രിയം ഡസ് നോട്ട് മീൻ ദാറ്റ് ദ ബോഡി ഈസ് അറ്റ് റെസ്റ്റ്. ഒരു ബോഡി ഇക്വിലിബ്രിയത്തിലാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ബോഡി റെസ്റ്റിലാണ് എന്നതല്ല. ഓക്കെ, ബോഡി റെസ്റ്റിലാവാം, അല്ലെങ്കിൽ ദ ബോഡി മേ ബി മൂവിങ് വിത്ത് കോൺസ്റ്റൻറ്റ് വെലോസിറ്റി. അപ്പോൾ ഇക്വിലിബ്രിയത്തിലാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒറ്റൊരു കാര്യമേ ഉള്ളൂ, അതായത് ദ നെറ്റ് ഫോഴ്സ് ഓർ ദി നെറ്റ് ടോർക്ക് ആക്ടിങ് ഓൺ ദ ബോഡി ഈസ് ഈക്വൽ ടു 0. ഓക്കെ, അപ്പോൾ നെറ്റ് ഫോഴ്സ് 0 ആണെങ്കിൽ ദെൻ ബോഡി ഈസ് ഇൻ ട്രാൻസ്ലേഷണൽ ഇക്വിലിബ്രിയം. നെറ്റ് ടോർക്ക് 0 ആണെങ്കിൽ ബോഡി ഈസ് ഇൻ റൊട്ടേഷണൽ ഇക്വിലിബ്രിയം. അപ്പോൾ ബോഡി റെസ്റ്റിലാണ് എന്ന് വിചാരിക്കരുത്. ബോഡി ഇക്വിലിബ്രിയത്തിലാണെന്ന് പറഞ്ഞാൽ ബോഡി റെസ്റ്റിലാണെന്ന് അർത്ഥമില്ല. എന്താണ് അർത്ഥം? ബോഡി റെസ്റ്റിലാവാം, അതൊരു ഇക്വിലിബ്രിയം കണ്ടീഷനാണ്. അതല്ലെങ്കിൽ ബോഡി വിൽ ബി മൂവിങ് വിത്ത് കോൺസ്റ്റൻറ്റ് വെലോസിറ്റി. അപ്പോൾ ലീനിയർ മൊമെൻറ്റം ആൻഡ് ആംഗുലർ മൊമെൻറ്റം റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ ദ ബോഡി വിൽ ബി ഇൻ ട്രാൻസ്ലേഷണൽ ഇക്വിലിബ്രിയം ആൻഡ് ഇൻ റൊട്ടേഷണൽ ഇക്വിലിബ്രിയം. അപ്പോൾ ഈ 2 രീതിയിലുള്ള ഇക്വിലിബ്രിയം കണ്ടീഷൻ നമുക്ക് കൺസിഡർ ചെയ്യാം. ഓക്കെ, so a body is in translational equilibrium when the total force, that is the vector sum of the forces on the rigid body is 0. ബോഡി എപ്പോഴാണ് ട്രാൻസ്ലേഷണൽ ഇക്വിലിബ്രിയത്തിലാണെന്ന് പറയാം? when the total force on the rigid body is 0. ടോട്ടൽ ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? നെറ്റ് ഫോഴ്സ്. അതായത് if you consider the body as a system of particles, ഓരോ പാർട്ടിക്കിളിലും ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നെറ്റ് ഫോഴ്സ്, വെക്റ്റർ സം ഓഫ് ഓൾ ദ ഫോഴ്സസ് ഇസ് ഈക്വൽ ടു 0. അതായത് F1 പ്ലസ് F2 പ്ലസ് എക്സെട്ര പ്ലസ് Fn, അല്ലെങ്കിൽ സിഗ്മ എഫ് ഐ ഫ്രം 1 to n സിഗ്മ എഫ് ഈക്വൽ ടു 0. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് the body is in translational equilibrium. Okay, so what is the condition for translational equilibrium of a body എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പറയാൻ പറ്റുക? the net force equal to 0, അല്ലെങ്കിൽ summation f equal to 0. ഇനി എപ്പോഴാണ് ബോഡി റൊട്ടേഷണൽ ഇക്വിലിബ്രിയത്തിലാണെന്ന് പറയുക? when the total torque is equal to 0, that is when the vector sum of the torques on the body is 0. അതായത്
ബോഡി ഇപ്പോൾ നമ്മൾ പറഞ്ഞു റിജിഡ് ബോഡി ഈസ് കൺസിഡേർഡ് ടു ബി എ സിസ്റ്റം ഓഫ് n പാർട്ടിക്കിൾസ്. അപ്പോൾ ഓരോ പാർട്ടിക്കിളിൽ ആക്ട് ചെയ്യുന്ന ടോർക്ക് നമ്മൾ ടോ 1 ടോ 2 ഇങ്ങനെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ സം ഓഫ് ഓൾ ദി ടോർക്സ്, വെക്റ്റർ സം ഓഫ് ഓൾ ദി ടോർക്സ് എന്ന് വെച്ചാൽ T1 പ്ലസ് T2 പ്ലസ് എക്സെട്ര, അല്ലെങ്കിൽ സമ്മേഷൻ ടോ ഈക്വൽ ടു 0. അപ്പോൾ ഇഫ് സിഗ്മ tau equal to 0 or if the vector sum of all the torques on the body is 0, then the body is in rotational equilibrium. Okay, അപ്പോൾ ഇത് രണ്ടും സാറ്റിസ്ഫൈ ചെയ്യുന്നെങ്കിൽ body is said to be in mechanical equilibrium. Okay, what do you mean by mechanical equilibrium of a body? അല്ലെങ്കിൽ simply equilibrium means the body is in translational equilibrium and also in rotational equilibrium. ഈ രണ്ട് ഇക്വിലിബ്രിയം കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യുന്നെങ്കിൽ ബോഡി ഈസ് സെറ്റ് ടു ബി ഇൻ മെക്കാനിക്കൽ ഇക്വിലിബ്രിയം. അപ്പോൾ വാട്ട് ഈസ് ദ കണ്ടീഷൻ ഫോർ ട്രാൻസ്ലേഷണൽ ഇക്വിലിബ്രിയം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സമ്മേഷൻ എഫ് ഈക്വൽ ടു 0. വാട്ട് ഈസ് ദ കണ്ടീഷൻ ഫോർ റൊട്ടേഷണൽ ഇക്വിലിബ്രിയം എന്ന് ചോദിക്കുമ്പോൾ എന്താ പറയുക? സമ്മേഷൻ ടോ ഈക്വൽ ടു 0. Now what is the condition for mechanical equilibrium? ഇത് രണ്ടും സാറ്റിസ്ഫൈ ചെയ്യണം. അതായത് സമ്മേഷൻ എഫ് ഈക്വൽ ടു 0, അതുപോലെ തന്നെ സമ്മേഷൻ ടോ ഈക്വൽ ടു 0. സോ ഇഫ് ദ ബോഡി ഈസ് ഇൻ ട്രാൻസ്ലേഷണൽ ഇക്വിലിബ്രിയം ആൻഡ് ഇൻ റൊട്ടേഷണൽ ഇക്വിലിബ്രിയം, ഇറ്റ് ഈസ് സെറ്റ് ടു ബി ഇൻ മെക്കാനിക്കൽ ഇക്വിലിബ്രിയം. ഓക്കെ, അപ്പോൾ ഇതിലേതെങ്കിലും ഒരു കണ്ടീഷൻ മാത്രമാണ് സാറ്റിസ്ഫൈ ചെയ്യുന്നതെങ്കിൽ, അപ്പോൾ നമ്മൾ പറഞ്ഞു മെക്കാനിക്കൽ ഇക്വിലിബ്രിയത്തിലാകുമ്പോൾ ഈ രണ്ട് കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യണം. ബോഡി ട്രാൻസ്ലേഷണൽ ഇക്വിലിബ്രിയത്തിലായിരിക്കണം, അതുപോലെ തന്നെ റൊട്ടേഷണൽ ഇക്വിലിബ്രിയത്തിലും ആയിരിക്കണം. ഇനി ഏതെങ്കിലും ഒരു കണ്ടീഷൻ മാത്രമേ സാറ്റിസ്ഫൈ ചെയ്യുന്നുള്ളൂ എന്ന് വിചാരിക്കുക. then the body is said to be in partial equilibrium. അതായത് ബോഡി പാർഷ്യൽ ഇക്വിലിബ്രിയത്തിലാവാൻ രണ്ട് സിറ്റുവേഷൻസ് ഉണ്ട്. അതായത് ഇറ്റ് ഈസ് ഇൻ പാർഷ്യൽ ട്രാൻസ്ലേഷണൽ ഇക്വിലിബ്രിയം ബട്ട് നോട്ട് ഇൻ റൊട്ടേഷണൽ ഇക്വിലിബ്രിയം. ഓക്കെ, ബോഡി ട്രാൻസ്ലേഷണൽ ഇക്വിലിബ്രിയത്തിലാവാം, അതായത് നെറ്റ് ഫോഴ്സ് 0 ആവാം, പക്ഷേ ടോർക്ക് 0 ആവണമെന്നില്ല. അതായത് ട്രാൻസ്ലേഷൻ മോഷൻ ഉണ്ടാവണമെന്നില്ല, അല്ലെങ്കിൽ ലീനിയർ വെലോസിറ്റി ചേഞ്ച് ചെയ്യണമെന്നില്ല, പക്ഷേ ആംഗുലർ വെലോസിറ്റി ചേഞ്ച് ചെയ്യാം. ഓക്കെ, അതൊരു സിറ്റുവേഷനാണ്, പാർഷ്യൽ ഇക്വിലിബ്രിയത്തിലാവുന്ന ഒരു സിറ്റുവേഷനാണ്. ബോഡി ഈസ് ഇൻ ട്രാൻസ്ലേഷണൽ ഇക്വിലിബ്രിയം ബട്ട് നോട്ട് ഇൻ റൊട്ടേഷണൽ ഇക്വിലിബ്രിയം. അങ്ങനെയുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത് സിഗ്മ എഫ് ഈക്വൽ ടു 0 ബട്ട് സിഗ്മ ടോ നോട്ട് ഈക്വൽ ടു 0. മറ്റൊരു സിറ്റുവേഷൻ എന്താ? ബോഡി ഈസ് ഇൻ റൊട്ടേഷണൽ ഇക്വിലിബ്രിയം ബട്ട് നോട്ട് ഇൻ ട്രാൻസ്ലേഷണൽ ഇക്വിലിബ്രിയം. ബോഡി റൊട്ടേഷണൽ ഇക്വിലിബ്രിയത്തിലാവാം, പക്ഷേ ട്രാൻസ്ലേഷണൽ ഇക്വിലിബ്രിയത്തിലല്ല. അതായത് സമ്മേഷൻ ടോ ഈക്വൽ ടു 0 ബട്ട് സമ്മേഷൻ എഫ് നോട്ട് ഈക്വൽ ടു 0. ഓക്കെ, അപ്പോൾ എന്താണ് ട്രാൻസ്ലേഷണൽ ഇക്വിലിബ്രിയം, എന്താണ് റൊട്ടേഷണൽ ഇക്വിലിബ്രിയം, then what is meant by partial equilibrium, and finally what is mechanical equilibrium. ഇത് ഓരോന്നിനുള്ള കണ്ടീഷൻ എന്താണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കുക. What do you mean by a couple? Couple means a pair of forces of equal magnitude but acting in opposite directions with different lines of action is known as a couple or torque. Okay, a couple produces rotation without translation. അപ്പോൾ കപ്പിൾ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം രണ്ട് ഫോഴ്സസ് ഉള്ള ഒരു സിറ്റുവേഷനാണ്. ഓക്കെ, രണ്ട് ഫോഴ്സ്, എ പെയർ ഓഫ് ഫോഴ്സ്. അതിൻ്റെ പ്രത്യേകത എന്താ? ഈക്വൽ മാഗ്നിറ്റ്യൂഡ് ബട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷൻ. പക്ഷേ അത് ക്യാൻസൽ ചെയ്യുന്നില്ല, ബിക്കോസ് ദേ ആക്ട് അലോങ് ഡിഫറെൻറ്റ് ലൈൻസ് ഓഫ് ആക്ഷൻ. രണ്ട് ലൈനിലൂടെയാണ് ആക്ട് ചെയ്യുന്നത്. ഒരേ മാഗ്നിറ്റ്യൂഡാണ്, പക്ഷേ ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്, രണ്ട് ലൈനിലൂടെ ആക്ട് ചെയ്യുന്നു. ഇങ്ങനെയുള്ള ഒരു പെയർ ഓഫ് ഫോഴ്സസിനെയാണ് കപ്പിൾ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അതുതന്നെയാണ്, അത്തരം പെയറാണ് ടോർക്ക് അല്ലെങ്കിൽ ടേണിംഗ് ഇഫക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുക. അപ്പോൾ ഈ കപ്പിളിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇറ്റ് പ്രൊഡ്യൂസസ് റൊട്ടേഷൻ ബട്ട് നോട്ട് ട്രാൻസ്ലേഷൻ. റൊട്ടേഷൻ ഉണ്ടാക്കുന്ന ഒരു പെയർ ഓഫ് ഫോഴ്സസ് ആണ് കപ്പിൾ. ഒരു എക്സാമ്പിൾ പറയാം, നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. ഇപ്പോൾ നമ്മുടെ വാട്ടർ ബോട്ടിലിൻ്റെ ലിഡ് ഊരണം എന്ന് വിചാരിക്കുക. ഓക്കെ, കുപ്പിയുടെ മൂടി അല്ലേ, അടപ്പ് ഊരിയെടുക്കണം എന്ന് വിചാരിക്കുക. അത് ഊരിയെടുക്കാൻ നമ്മൾ എങ്ങനെയാണ് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത് ഒന്ന് നിങ്ങൾ തിരിച്ച് നോക്കുക. ഓക്കെ, ഒരു ബോട്ടിലെടുത്തിട്ട് എൻ്റെ മൂടി ഒന്ന് തിരിച്ച് നോക്കുക. അത് തുറക്കാൻ, ബോട്ടിൽ തുറക്കാൻ നമ്മൾ എങ്ങനെ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു? ഒരു വിരലുകൊണ്ട് മാത്രമാണോ നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുക? ഒരു ഒറ്റ വിരലുകൊണ്ട് ഒരു ഡയറക്ഷനിലാണോ ഫോഴ്സ് അപ്ലൈ ചെയ്യുക? അതോ നമ്മൾ രണ്ട് വിരലുകൾ ഉപയോഗിക്കുന്നുണ്ടോ?
ഈ 2 വിരലുകൾ ഉപയോഗിക്കുമ്പോൾ ഓരോ വിരലും ഉപയോഗിച്ചിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിൻ്റെ ഡയറക്ഷൻ എങ്ങനെയാണ് ഒന്ന് നോക്കുക, ചെയ്തു നോക്കുക. അപ്പോൾ നമുക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാവും. ഒരു വിരൽ കൊണ്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് ഒരു ഡയറക്ഷനിലും അതിൻ്റെ നേരെ ഡയറക്ട്ലി ഓപ്പോസിറ്റ് ഓക്കെ അതർ സൈഡിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് ആദ്യത്തേതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലും ആയിരിക്കും. അങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് തുറക്കാനോ അല്ലെങ്കിൽ അടയ്ക്കാനോ പറ്റുക. അപ്പോൾ അവിടെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഒരു കപ്പിളാണ്. ഓക്കെ, അവിടെ നമ്മൾ 2 ഫോഴ്സസ് അപ്ലൈ ചെയ്യുന്നുണ്ട്, രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്, അതുപോലെ തന്നെ ഈക്വൽ മാഗ്നിറ്റ്യൂഡാണ്. പക്ഷേ ഒരേ ഭാഗത്ത് ഒരേ ലൈനിലൂടെ അല്ല ആക്ട് ചെയ്യുന്നത്, 2 ലൈനിലൂടെയാണ് ആക്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അവിടെ നമുക്ക് ടേണിങ് എഫക്റ്റ് അല്ലേ ഉണ്ടാകുന്നത്. ഈ ബോട്ടിൽ തുറക്കുന്ന സമയത്ത് ആ ലിഡിന് ഒരു ടേണിങ് ഇഫക്റ്റാണ്, റൊട്ടേഷനാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇത്തരം പെയർ ഓഫ് ഫോഴ്സസിനെയാണ് കപ്പിൾ എന്ന് പറയാം. ഓക്കെ, ഒന്ന് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് മനസ്സിലാവും. അടുത്തത് പ്രിൻസിപ്പിൾ ഓഫ് മൊമെൻറ്റ്സ്. എന്താണ് പ്രിൻസിപ്പിൾ ഓഫ് മൊമെൻറ്റ്സ്? ഫോർ ദാറ്റ് വിൽ കൺസിഡർ ആൻ ഐഡിയൽ ലിവർ. എന്താണിത്? ഒരു വളരെ ലൈറ്റായിട്ടുള്ള അല്ലെങ്കിൽ വളരെ വളരെ ചെറിയ മാസ്സുള്ള ഒരു റോഡ്. ഓക്കെ, ഒരു തിക്ക് റോഡ് മീൻസ് മാസ് വളരെ വളരെ ചെറുതാണ്. ഇറ്റ് ഈസ് പിവറ്റഡ് അറ്റ് എ പോയിൻറ്റ് എലോങ് ഇറ്റ്സ് ലെങ്ത്. ദിസ് പോയിൻ്റ് ഇസ് കോൾഡ് ഫൾക്രം. അതായത് നമ്മൾ ഒരു പോയിന്റിൽ സപ്പോർട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വളരെ നെഗ്ലിജിബിൾ മാസ്സുള്ള റോഡാണ് ലിവർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ ഫിഗർ ഒന്ന് നോക്കുക, അവിടെ ട്രയാങ്കിൾ കാണുന്നുണ്ടല്ലോ, അതാണ് ഫൾക്രം. അതിന് കൊടുത്തിട്ടുള്ള സപ്പോർട്ട് നമ്മൾ സിസോ ഒക്കെ ഇല്ലേ, അതുപോലെ. അപ്പോൾ F1 ആൻഡ് F2 അവിടെയുള്ള 2 ഫോഴ്സസാണ്, 2 അറ്റത്തും അപ്ലൈ ചെയ്യുന്ന ഫോഴ്സസാണ്. R ഇസ് ദ റിയാക്ഷൻ, അതായത് നമ്മൾ കൊടുക്കുന്ന സപ്പോർട്ട് കാരണം മുകളിലേക്ക് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് അല്ലെങ്കിൽ റിയാക്ഷനാണ് ക്യാപിറ്റൽ R. അപ്പോൾ ഈ ഒരു കേസിൽ നമുക്ക് ഇതിലെ ടോട്ടൽ ഫോഴ്സ് കൺസിഡർ ചെയ്യാം, അതുപോലെ തന്നെ ടോട്ടൽ ടോർക്ക് കൺസിഡർ ചെയ്യാം. ഇത് ഒരു മെക്കാനിക്കൽ ഇക്വിലിബ്രിയത്തിലാണോ അല്ലെങ്കിൽ ട്രാൻസ്ലേഷണൽ ഇക്വിലിബ്രിയത്തിലാണോ റൊട്ടേഷണൽ ഇക്വിലിബ്രിയത്തിലാണോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് കൺസിഡർ ചെയ്യാം. ട്രാൻസ്ലേഷണൽ ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ നെറ്റ് ഫോഴ്സ് 0 ആയിരിക്കും, റൊട്ടേഷണൽ ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ നെറ്റ് ടോർക്ക് 0 ആയിരിക്കും. അപ്പോൾ ഈ ഒരു കേസിൽ നോക്കുക, 2 ഫോഴ്സസ് രണ്ടും എ എന്ന പോയിന്റിലും ബി എന്ന പോയിന്റിലുള്ള ഫോഴ്സസാണ്, താഴേക്കാണ് ആക്ട് ചെയ്യുന്നത്. Then R is the normal reaction, it is acting in the upward direction. Then D1 എന്നത് ഒരു ഡിസ്റ്റൻസ് ആണ്, എയും ആറും തമ്മിലുള്ള ഡിസ്റ്റൻസ്. D2 എന്നത് ബിയും ആറും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്. ഈ കേസിൽ സപ്പോസ് ഇറ്റ് ഈസ് ഇൻ ട്രാൻസ്ലേഷണൽ ഇക്വിലിബ്രിയം, കാരണം അത് മൂവ് ചെയ്യുന്നില്ലല്ലോ, ഒരു പൊസിഷനിൽ നിന്ന് മറ്റൊരു പൊസിഷനിലേക്ക് മൂവ് ചെയ്യുന്നില്ല. സോ ട്രാൻസ്ലേഷണൽ ഇക്വിലിബ്രിയത്തിലാണെന്ന് വിചാരിക്കുക. അതിൻ്റെ അർത്ഥം എന്താ? ട്രാൻസ്ലേഷണൽ ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ ടോട്ടൽ ഫോഴ്സ് 0 ആണെന്നല്ലേ. ടോട്ടൽ ഫോഴ്സ് എന്ന് പറയുമ്പോൾ ഇവിടെ ഏതൊക്കെ ഫോഴ്സസ് ആണുള്ളത് നോക്കൂ. F1 ഉണ്ട്, F2 ഉണ്ട്, R ഉണ്ട് അല്ലേ. വെക്റ്റർ സം ഓഫ് ഫോഴ്സസ് ആണ് കൺസിഡർ ചെയ്യേണ്ടത്. വെക്റ്റർ സം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഡയറക്ഷനും കൂടി കൺസിഡർ ചെയ്യണം. ഓക്കെ, അപ്പോൾ R മുകളിലേക്കാണ്, F1ഉം F2ഉം താഴേക്ക്. അപ്പോൾ നെറ്റ് ഫോഴ്സ് എന്തായിരിക്കും? R മൈനസ് F1 മൈനസ് F2 ആയിരിക്കില്ലേ നെറ്റ് ഫോഴ്സ്. മുകളിലേക്കുള്ളത് പോസിറ്റീവായിട്ടും എടുക്കുക, താഴേക്കുള്ളത് നെഗറ്റീവായിട്ടും എടുക്കുക. സോ R മൈനസ് F1 മൈനസ് F2 ഈക്വൽ ടു എന്തായിരിക്കണം? നെറ്റ് ഫോഴ്സ് എന്തായിരിക്കണം? ഇത് ട്രാൻസ്ലേഷണൽ ഇക്വിലിബ്രിയത്തിലാവണമെങ്കിൽ നെറ്റ് ഫോഴ്സ് വുഡ് ബി ഈക്വൽ ടു 0. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ദ ബോഡി ഈസ് ഇൻ ട്രാൻസ്ലേഷണൽ ഇക്വിലിബ്രിയം. അതുപോലെ തന്നെ നെറ്റ് ടോർക്കും കൺസിഡർ ചെയ്യാം നമുക്ക്. സപ്പോസ് ഇറ്റ് ഈസ് ഇൻ റൊട്ടേഷണൽ ഇക്വിലിബ്രിയം. അപ്പോൾ നെറ്റ് ടോർക്ക് എന്ന് പറയുന്നത് 2 ഫോഴ്സസ് ഉണ്ട്, അതുകൊണ്ട് തന്നെ 2 ടോർക്ക് ആക്ട് ചെയ്യും അല്ലേ. എ എന്ന പോയിന്റിൽ F1 എന്ന ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്, ബി എന്ന പോയിന്റിൽ F2 എന്നുള്ള ഫോഴ്സ് ഉണ്ട്. ഈ 2 ഫോഴ്സസും അവിടെ ഒരു ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യും. ആ ടോർക്ക് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? R ക്രോസ് F ആണ് ടോർക്ക്. ഇവിടെ ആറിന് പകരമുള്ള ഡിസ്റ്റൻസ് D1 ആണ് അല്ലേ. രണ്ടാമത്തെ സൈഡിൽ D2. അപ്പോൾ എന്തായിരിക്കും? R ക്രോസ് F എന്ന് പറഞ്ഞാൽ RF സൈൻ തീറ്റ. ഓക്കെ, സോ D1 F1 സൈൻ D1ഉം F1ഉം തമ്മിലുള്ള ആംഗിൾ ഫിഗർ ശ്രദ്ധിച്ചാൽ ക്ലിയർ ആവും. D1ഉം F1ഉം തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രിയാണ്. സോ D1 F1 സൈൻ 90. ബി എന്ന പോയിൻ്റ് ആക്ട് ചെയ്യുന്ന ടോർക്കോ ഇതേപോലെ തന്നെ D2 F2
sin 90. ഡയറക്ഷൻ നമ്മൾ മുമ്പ് ഉള്ള റൂൾ ഉപയോഗിച്ചിട്ട്, അതായത് ക്രോസ് പ്രോഡക്റ്റിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാനുള്ള റൂൾ ഉപയോഗിച്ചിട്ട് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ആ ആരോ മാർക്കാണ് ഡയറക്ഷനിൽ ഡിനോട്ട് ചെയ്യാൻ നമ്മൾ കൊടുത്തിട്ടുള്ളത്. മനസ്സിലാവും ഡയറക്ഷൻ ഓപ്പോസിറ്റാണ്. ഓക്കെ, F1 പ്രൊഡ്യൂസ് ചെയ്യുന്ന ടോർക്കിൻ്റെയും F2 പ്രൊഡ്യൂസ് ചെയ്യുന്ന ടോർക്കും രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. അപ്പോൾ അതിൻ്റെ ഒരു മാത്തമാറ്റിക്കൽ ഇക്വേഷൻ നോക്കാം. അപ്പോൾ ഫോർ ട്രാൻസ്ലേഷണൽ ഇക്വിലിബ്രിയം R minus F1 minus F2 equal to 0. നെറ്റ് ഫോഴ്സ് 0. ഇനി റൊട്ടേഷണൽ ഇക്വിലിബ്രിയം കൺസിഡർ ചെയ്യാൻ നമുക്ക് ടോട്ടൽ ടോർക്കാണ് കൺസിഡർ ചെയ്യേണ്ടത്. ടോട്ടൽ ടോർക്കിന് രണ്ട് ടോർക്കുണ്ട്, ടോ1 ടോ2. ടോ1 d1 F1 sin 90 equal to d1 F1 and ടോ2 d2 F2 sin 90 equal to d2 F2. What is the total torque? രണ്ടിൻ്റെയും കൂടെ വെക്റ്റർ സം d1 F1 d2 F2 രണ്ടിൻ്റെ വെക്റ്റർ സം കൺസിഡർ ചെയ്യുമ്പോൾ രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് നമ്മൾ നേരത്തെ കണ്ടു അല്ലേ. അപ്പോൾ വെക്റ്റർ സം കണ്ടുപിടിക്കാൻ എന്താ ചെയ്യുക? ആഡ് ചെയ്യുന്നതിന് പകരം സബ്ട്രാക്ട് ചെയ്യുക. ഓപ്പോസിറ്റ് ഡയറക്ഷനാകുമ്പോൾ അഡീഷന് പകരം സബ്ട്രാക്ഷനാണല്ലോ വരിക. സോ ടോട്ടൽ ടോർക്ക് ഇസ് d1 F1 minus d2 F2 and this should be equal to 0 for rotational equilibrium. അപ്പോൾ ഈ ഒരു ലിവറിൻ്റെ കേസിൽ നമുക്ക് കിട്ടിയിട്ടുള്ള രണ്ട് ഇക്വേഷൻസ് ഇതൊക്കെയാണ്. ഫോർ ട്രാൻസ്ലേഷണൽ ഇക്വിലിബ്രിയം R minus F1 minus F2 equal to 0 and for rotational equilibrium d1 F1 minus d2 F2 equal to 0. ലിവറുകൾ അതിനെക്കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ചെറിയ ക്ലാസ്സിൽ. പല തരത്തിലുള്ള അല്ലേ ക്ലാസിഫിക്കേഷനൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ കേസിൽ ടോട്ടൽ ടോർക്ക് എന്ന് പറയുമ്പോൾ d1 F1 മൈനസ് d2 F2 ഈക്വൽ ടു 0 എന്ന് കിട്ടും. നമുക്ക് ഇതിൽ തന്നെ സപ്പോസ് F1 ഇസ് ദി ഫോഴ്സ് വിച്ച് ഇസ് നോൺ ആസ് ദി ലോഡ്. ആ ഡിസ്റ്റൻസിന് d1 എന്ന ഡിസ്റ്റൻസിന് സപ്പോസ് ഇറ്റ് ഇസ് നോൺ ആസ് ലോഡ് ആം. F2 is the effort and the distance d2 is called effort arm. ഓക്കെ, നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട് ഈ രീതിയിലുള്ള ഡിവൈസസ് ഉപയോഗിച്ചിട്ട് യു ക്യാൻ ലിഫ്റ്റ് എ ബോഡി അല്ലേ. ഒരു സൈഡിൽ നമ്മളൊരു ബോഡി വെച്ച് കഴിഞ്ഞാൽ മറ്റേ സൈഡിൽ കൊടുക്കുന്ന ചെറിയ ഫോഴ്സ് കൊണ്ട് ബോഡിയെ ലിഫ്റ്റ് ചെയ്യാൻ കഴിയും. അപ്പോൾ ആ രീതിയിലുള്ള ഒരു എക്സാമ്പിളാണ് നമ്മളിവിടെ നോക്കുന്നത്. F1 എന്നത് ലോഡാണെന്ന് വിചാരിക്കാം. ഡിസ്റ്റൻസ് d1 is called ലോഡ് ആം, അതായത് ലോഡ് നമുക്ക് ഉയർത്തേണ്ട ബോഡി. F2 is the effort and distance d2 is called effort arm. ഓക്കെ, അപ്പോൾ ഇക്വേഷനിൽ നമുക്കറിയാം d1 F1 minus d2 F2 equal to 0 or d1 F1 equal to d2 F2 എന്ന് എഴുതാമല്ലോ. അത് d1 F1 equal to d2 F2. ആ ഇക്വേഷൻ we can write it as load arm into load equal to effort arm into effort. അതായത് ഒരു സൈഡിൽ നമ്മൾ ഉയർത്തേണ്ട ഒബ്ജക്റ്റ് വെക്കുന്നു, മറ്റേ സൈഡിൽ നമ്മളൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യണം. ആ ഉയർത്തേണ്ട ഒബ്ജക്റ്റ് ഏതാണോ അതാണ് ലോഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. നമ്മൾ എത്ര ഫോഴ്സാണോ കൊടുക്കുന്നത് അതാണ് എഫേർട്ട്. സോ ദ ഇക്വേഷൻ ബിക്കംസ് ലോഡ് ആം ഇൻറ്റു ലോഡ് ഈക്വൽ ടു എഫേർട്ട് ആം ഇൻറ്റു എഫേർട്ട്. ദിസ് ഇസ് നോൺ ആസ് പ്രിൻസിപ്പിൾ ഓഫ് മൊമെൻറ്റ്സ്. ഓക്കെ, ഈ ഒരു ഇക്വേഷനാണ് പ്രിൻസിപ്പിൾ ഓഫ് മൊമെൻറ്റ്സ് എന്നറിയപ്പെടുന്നത്. അപ്പോൾ d1 F1 ഈക്വൽ ടു d2 F2. അല്ലെങ്കിൽ ഇത് മറ്റൊരു രീതിയിൽ നമുക്ക് എഴുതാം m1 r1 ഈക്വൽ ടു m2 r2. ഓക്കെ, ആ രീതിയിലൊക്കെ ഏത് രീതിയിലും നമുക്കിത് എക്സ്പ്രസ് ചെയ്യാം. അപ്പോൾ ഓർത്തിരിക്കേണ്ട ഇതാണ് മാസ് അല്ലെങ്കിൽ ഫോഴ്സ് ഇൻറ്റു ദ ഡിസ്റ്റൻസ് ഈക്വൽ ടു അതർ സൈഡിലെ ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ്. സോ ദിസ് ഇക്വേഷൻ ഇസ് കോൾഡ് പ്രിൻസിപ്പിൾ ഓഫ് മൊമെൻറ്റ്സ്. ഇത് നമ്മൾ ചില പ്രത്യേക കാര്യങ്ങൾക്ക് ലാബിലൊക്കെ ഉപയോഗിക്കാറുണ്ട് ഈ ഒരു തിയറി. ഇനി ഇതിൻ്റെ ഒരു മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഇസ് ദ റേഷ്യോ ഓഫ് നോക്കൂ F1/F2 അല്ലെങ്കിൽ d2 by d1. അപ്പോൾ നമ്മൾ ലോഡ് ബൈ എഫേർട്ട് എന്നുള്ള രീതിയിൽ ഒരു ടേം ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ റേഷ്യോ എക്സ്പ്രസ് ചെയ്യാം. മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് F1/F2 ഓൾസോ ഈക്വൽ ടു d2 by d1. അത് നമുക്ക് എങ്ങനെയാണ് കിട്ടുന്നത്? F1 d1 ഈക്വൽ ടു F2 d2 എന്നുള്ള ഇക്വേഷനിൽ നിന്നാണ് F1/F2 ഈക്വൽ ടു d2 by d1 എന്ന് കിട്ടുന്നത്.
ഈ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഇഫ് ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 1, ദാറ്റ് മീൻസ് സ്മോൾ എഫേർട്ട് ക്യാൻ ബി യൂസ് ടു ലിഫ്റ്റ് എ ലാർജ് ലോഡ്. കാരണം F1 ലോഡാണ്, F2 എഫേർട്ടാണ് അല്ലേ. അപ്പോൾ ഇത് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് 1-നേക്കാൾ കൂടുതലാണെങ്കിൽ ഇഫ് ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 1, അതിൻ്റെ അർത്ഥം എന്താണ്? ലാർജ് ലോഡ് ഉയർത്താൻ ചെറിയൊരു എഫേർട്ട് മാത്രമേ ആവശ്യമുള്ളൂ. ഓക്കെ, സ്മോൾ എഫേർട്ട് ഇസ് റിക്വയർഡ് ടു ലിഫ്റ്റ് എ ലാർജ് ലോഡ്. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. അടുത്തത് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി. സെൻറ്റർ ഓഫ് മാസ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി. എന്തായിരുന്നു? ഒരു ബോഡിയുടെ മുഴുവൻ മാസും കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നു എന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്ന പോയിൻ്റാണ് സെൻറ്റർ ഓഫ് മാസ്. അതുപോലെ തന്നെ ഒരു ബോഡിയുടെ മുഴുവൻ ഗ്രാവിറ്റേഷണൽ ഫോഴ്സും ഒരു പോയിൻറ്റിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നു. ഓക്കെ, ആ ഒരു പോയിൻറ്റിനാണ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുക. അല്ലെങ്കിൽ it is that point where the total gravitational torque on the body is 0. With respect to that point, if you consider the total torque due to gravitational force is equal to 0. Total torque എന്നെങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഓരോ പാർട്ടിക്കിളിലുള്ള ടോർക്ക് കണ്ടിട്ട് അതിൻ്റെ സം എടുക്കുകയാണല്ലോ, സിഗ്മ ടോ ഐ. ദാറ്റ് ഈസ് സമ്മേഷൻ RI ക്രോസ് MIG. MG എന്നുള്ളത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, R ഡിസ്റ്റൻസ്. സോ R ക്രോസ് ഫോഴ്സ്, R ക്രോസ് F ഈക്വൽ ടു 0. And center of gravity of the body coincides with the center of mass in uniform gravity or gravity free space. Center of massum center of gravityയും യൂഷ്വലി ഒരേ പോയിൻ്റ് തന്നെയാണ്. ഗ്രാവിറ്റിയിൽ വ്യത്യാസമൊന്നുമില്ലെങ്കിൽ, അതായത് എല്ലാ പോയിൻറ്റ്സിലും ഒരു ബോഡിയുടെ എല്ലാ പോയിൻറ്റ്സിലും ഗ്രാവിറ്റി സെയിം ആണെങ്കിൽ, അല്ലെങ്കിൽ ഗ്രാവിറ്റി ഇല്ലാത്തൊരു സ്ഥലമാണെങ്കിൽ അവിടെ സെൻറ്റർ ഓഫ് മാസും സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയും ഒരേ പോയിൻ്റ് തന്നെയായിരിക്കും, കോയിൻസൈഡ് ചെയ്യുന്ന അർത്ഥം. അപ്പോൾ ഗ്രാവിറ്റേഷണൽ ടോർക്ക്, ടോട്ടൽ ഗ്രാവിറ്റേഷണൽ ടോർക്ക് 0 ആണെങ്കിൽ ആ ഒരു പോയിൻറ്റിനെയാണ് നമ്മൾ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, പോയിൻറ്റ് where the total gravitational torque on the body is 0. അതിൻ്റെ ഒരു കണ്ടീഷൻ ഓർത്തിരിക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.